ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡി ബ്രോളിയുടെ മാറ്റർ വേവ് എന്നുള്ള കൺസെപ്റ്റാണല്ലോ പഠിച്ചത്. 1924 ഡി ബ്രോളി മാറ്റർ പാർട്ടിക്കിൾസിന് വേവ് നേച്ചർ കൂടി ഉണ്ട് എന്ന് സജസ്റ്റ് ചെയ്തത്. അന്ന് തിയറിയുടെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ എവിഡൻസസോ ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ പിന്നീട് 1927 അമേരിക്കൻ സയൻറ്റിസ്റ്റുകളായ ഡേവിസൺ ആൻഡ് ജെർമർ അവർ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് ഈ വേവ് നേച്ചർ പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ഡി ബ്രോളി വേവ് ലെങ്ത് മെഷർ ചെയ്യാനും സാധിച്ചു. ഡി ബ്രോളി വാസ് അവാർഡഡ് നോബൽ പ്രൈസ് in 1929 for his concept of matter waves, and later Davisson and Germer were also awarded Nobel Prize for their experiment. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇലക്ട്രോൺ പോലുള്ള പാർട്ടിക്കിൾസ് ഹൈ വെലോസിറ്റിയോടെ മൂവ് ചെയ്യുമ്പോൾ അവയുടെ ഡി ബ്രോളി വേവ് ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്റേസിൻ്റെ ഒക്കെ വേവ് ലെങ്ത്തിൻ്റെ റേഞ്ചിൽ 1 ആങ്സ്ട്രോം യൂണിറ്റ് എന്നുള്ള ഒരു ഓർഡറിലാണ് വരിക. അതുകൊണ്ട് എക്സ്റേസ് ആറ്റമിക് ക്രിസ്റ്റൽസിലൊക്കെ വീണ് ഡിഫ്രാക്ഷൻ നടക്കുന്ന എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. അതിനോട് സിമിലറായിട്ട് എക്സ്റേക്ക് പകരം ഇലക്ട്രോൺ ബീം ഉപയോഗിച്ച് ഇതുപോലുള്ള ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തില്ലേ എന്നൊരു ചിന്തയാണ് ഈ ഡേവിസൺ ജെർമർ സയൻറ്റിസ്റ്റുകളെ ഈ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഇവിടെ തന്നിരിക്കുക. ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ പ്രധാനപ്പെട്ട അപ്പാരറ്റസ് ആയിട്ട് നമ്മൾ 3 പാർട്ട് പറയുന്നത്, ഒന്ന് ഇലക്ട്രോൺ ഗൺ ആണ്. ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഇവിടെ പ്രധാനപ്പെട്ടത് ഒരു ടങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. It is connected to a low tension battery and it is heated to red hot. This filament, when heated to red hot, will emit electrons. These electrons are accelerated by this anode. The anode is connected to a high positive potential, and this high positive potential of the anode attracts the electrons, and a fine beam of electron is produced by passing through these slits. This fine beam of electron is allowed to fall on the nickel crystal. The nickel crystal acts as the target for diffraction. ഇനി ഈ ഡിഫ്രാക്റ്റഡ് ആയിട്ട് വരുന്ന ഇലക്ട്രോൺ ബീമിനെ നമ്മൾ ഒരു ഫാരഡേ സിലിണ്ടറിൻ്റെ സഹായത്തോടു കൂടി ഡിറ്റക്റ്റ് ചെയ്യുന്നു. The Faraday cylinder collects the electron beams and it is connected to a galvanometer to measure the intensity of electron beam scattered. The Faraday cylinder is kept at different angles of scattering, and at each angle of scattering the intensity of the beam, scattered electron beam, is measured using this Faraday cylinder. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റിൻ്റെ അപ്പാരറ്റസ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഫിഗറിന് ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. ഈ ഫിഗർ വരച്ച് പഠിച്ചാലും മതി, ടെക്സ്റ്റിലെ ഫിഗറായാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഇത് എളുപ്പമുള്ളവർ ഇത് വരച്ച് പഠിച്ചോളൂ. അപ്പോൾ ഇനി നമ്മൾ ഈ അപ്പാരറ്റസിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊന്നുകൂടെ ജസ്റ്റ് നോക്കാം. ദ അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ ഗൺ, പിന്നെ രണ്ടാമത് ഒരു നിക്കൽ ടാർജറ്റ്, ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡിറ്റക്ടർ. ഡിറ്റക്ടർ മീൻസ് ദ ഫാരഡേ സിലിണ്ടർ വിച്ച് ഇസ് കണക്റ്റഡ് ടു എ ഗാൽവനോമീറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്കാറ്റേഡ് ബീം. ഇനി അതിനകത്ത് ഇലക്ട്രോൺ ഗണ്ണ് എന്ന് പറയുന്നത് ഒരു ഫിലമെൻ്റാണ്, ടങ്സ്റ്റൺ ഫിലമെൻറ്റ് പോലുള്ള ഒരു ഫിലമെൻറ്റ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ലോ ടെൻഷൻ ബാറ്ററി. ഈ ഫിലമെൻറ്റ് റെഡ് ഹോട്ടായിട്ട് ചൂടാകുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ ആനോഡ് അട്രാക്റ്റ് ചെയ്ത് ഈ നാരോ സ്ലിറ്റുകളിൽ കൂടി കടത്തിവിട്ട് ഒരു ഫൈൻ ബീമായിട്ട് അതിനെ നിക്കൽ ക്രിസ്റ്റലിൽ വീഴിക്കുന്നു. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. ഇനി ഈ
ഇവിടെ നിക്കൽ ക്രിസ്റ്റലിൽ വീഴുമ്പോൾ ഇലക്ട്രോൺ ബീംസ് പല ആംഗിളുകളിൽ സ്കാറ്റർ ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ സ്കാറ്റർ ചെയ്ത് വരുന്ന ഇലക്ട്രോൺ ബീമിൻ്റെ ഓരോ ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങിലുമുള്ള ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഫാരഡേ സിലിണ്ടറും ഗാൽവനോമീറ്ററും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി അവരുടെ ആ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയറിലേക്ക് നമുക്ക് പോകാം. എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു, ഇലക്ട്രോൺ ഗണ്ണ് ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്ത് ഹൈ വെലോസിറ്റിയിൽ ആക്സിലറേറ്റ് ചെയ്യിച്ച് നിക്കൽ ക്രിസ്റ്റലിൽ വീഴിക്കും. അങ്ങനെ നിക്കൽ ക്രിസ്റ്റലിൽ വീണ് ഇലക്ട്രോൺ ബീം പല ആംഗിളുകളിൽ സ്കാറ്റേർഡ് ആയിട്ട് വരുന്നു. അതിന് നമ്മൾ ഫാരഡേ സിലിണ്ടർ ഉപയോഗിച്ച് ഓരോ ആംഗിളിലുമുള്ള ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നു. ഇനി അവർ ചെയ്തത്, ഈ ഓരോ ആംഗിളിലും സ്കാറ്റർ ചെയ്ത് വരുന്ന ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റിയും ആംഗിൾ ഓഫ് സ്കാറ്ററിങ്ങും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോളാർ ഗ്രാഫ് വരച്ചു. പോളാർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സ്കാറ്ററിങ് ആംഗിൾ നമ്മൾ ഓരോ ആംഗിളും ഇപ്പോൾ 20 to 90 ഡിഗ്രി വരെയുള്ള ആംഗിളുകളിൽ വേരി ചെയ്യിച്ചിട്ടാണ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്തത്. അപ്പോൾ ഓരോ ആംഗിൾ മെഷർ ചെയ്യുന്നത് വൈ ആക്സിസിൽ നിന്നാണ് പോളാർ ഗ്രാഫിൽ. അപ്പം അങ്ങനെ ആ ആംഗിൾ ഓരോന്നും മെഷർ ചെയ്ത് ഓരോ ആംഗിളിലും ഉള്ള ബീമിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോർഷണലായിട്ട് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് പോയിന്റുകൾ മാർക്ക് ചെയ്ത്, ഇപ്പോൾ ആംഗിൾ ഓഫ് സ്കാറ്ററിങ് വൈ ആക്സിസിൽ നിന്ന് മെഷർ ചെയ്യുന്നു. ഓരോ ആംഗിളിലുള്ള ഇൻറ്റൻസിറ്റിക്ക് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്ത് പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അടുത്ത ആംഗിളിലും ഇതുപോലെ ഇൻറ്റൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോ ആംഗിളിലും ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന പോയിന്റുകളെ ചേർത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് പോളാർ ഗ്രാഫ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ എക്സ്പെരിമെൻറ്റ് ആദ്യം ഒരു ആനോഡ് പൊട്ടൻഷ്യൽ, ഇപ്പോൾ 48 വോൾട്ട് എന്നുള്ള ഒരു പൊട്ടൻഷ്യലാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. ഗ്രാഫും വരച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ആനോഡ് പൊട്ടൻഷ്യൽ വേരി ചെയ്യിക്കുന്നു. അതൊരു 54 വോൾട്ട് എന്നുള്ള വോൾട്ടേജിൽ എത്തിക്കുന്നു. എന്നിട്ട് വീണ്ടും ഇലക്ട്രോൺ ബീമിൽ നിന്ന് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്ത് നിക്കൽ ക്രിസ്റ്റലിൽ വീണിച്ച് സ്കാറ്റർ ചെയ്യിച്ച് ഓരോ ആംഗിളിലുള്ള ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നു. ആദ്യം ചെയ്തതുപോലെ പോളാർ ഗ്രാഫ് വരയ്ക്കുന്നു. ഇനി വീണ്ടും ഈ എക്സ്പെരിമെൻറ്റ് മറ്റൊരു പൊട്ടൻഷ്യൽ 64 വോൾട്ട് എന്നുള്ള ഒരു പൊട്ടൻഷ്യൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ പല പൊട്ടൻഷ്യലുകളിൽ ഈ എക്സ്പെരിമെൻറ്റ് അതുവരെ റിപ്പീറ്റ് ചെയ്യും. ഓരോ പൊട്ടൻഷ്യലിനും കറസ്പോണ്ടിങ് ആയിട്ട് പോളാർ ഗ്രാഫുകളും വരച്ചു. ഇപ്പോൾ 44 വോൾട്ടിൽ തുടങ്ങി 44, 48, 54, 64, 68 ഇങ്ങനെ പല വോൾട്ടേജുകളിൽ എക്സ്പെരിമെൻറ്റുകൾ കണ്ടക്ട് ചെയ്യുകയും പോളാർ ഗ്രാഫുകൾ വരയ്ക്കുകയും ചെയ്തു. അപ്പോൾ കിട്ടിയ ഗ്രാഫിൻ്റെ ഷേപ്പാണ് നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ പൊട്ടൻഷ്യലിൻ്റെയും ഗ്രാഫുകൾ ഏകദേശം സാമ്യമുണ്ട്, പക്ഷെ അവ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള സാമ്യം എന്ന് പറയുന്നത് മാക്സിമം, ഇവിടെ ഒരു മാക്സിമം കിട്ടി, പിന്നെ ഒരു മിനിമം, പിന്നെ ഒരു മാക്സിമം, പിന്നെ മിനിമം, അങ്ങനെ വരിക. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് മാക്സിമം, മിനിമം, മാക്സിമം അങ്ങനെ കിട്ടുന്നുണ്ട്. സോ വി ഗെറ്റ് മാക്സിമ ആൻഡ് മിനിമ സിമിലർ ടു ദ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അല്ലേ? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ലൈറ്റിൻ്റെ ഡിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനൻ കണ്ടായിരുന്നു. ആ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ഒക്കെ കിട്ടുന്ന ആ കാര്യം അത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം ആകുന്നു, മിനിമം ആകുന്നു. ചില ആംഗിളുകളിൽ മാക്സിമം, ചില ആംഗിളുകളിൽ മിനിമം, വീണ്ടും മാക്സിമം, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാക്സിമം ആൻഡ് മിനിമം ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പീക്ക് മാക്സിമം കിട്ടുന്നത് 50 ഡിഗ്രി എന്നുള്ള ഒരു ആംഗിളിലാണ്. അതുപോലെ ഈ ഇലക്ട്രോൺ ബീമിൻ്റെ ഈ പോളാർ ഗ്രാഫിൻ്റെ ഏറ്റവും മാക്സിമം ആകുന്നത് 54 വോൾട്ടിൽ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോഴുമാണ്. അപ്പോൾ ഈ 54 വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രോൺസിന് എന്തോ പ്രത്യേകതയുണ്ട്. ആ ഇലക്ട്രോൺ ബീമിൻ്റെ, അതായത് 54 വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ആ വേവ് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ 50 ഡിഗ്രിയിൽ ഡിഫ്രാക്റ്റ് ചെയ്ത് വരുന്ന ബീമിൻ്റെയും വേവ് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ 50 ഡിഗ്രിയിൽ ഡിഫ്രാക്റ്റ് ചെയ്ത് വരുന്ന ബീമിൻ്റെ വേവ് ലെങ്ത് നമ്മൾ കാണുന്നത് ബ്രാഗ് ഇക്വേഷൻ ഉപയോഗിച്ചാണ്. ബ്രാഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വേവ് ഒപ്റ്റിക്സിൽ പഠിച്ചത് ലൈറ്റ് ഉപയോഗിച്ചുള്ള ഡിഫ്രാക്ഷനാണ്. അവിടെ ലൈറ്റിന് പകരം എക്സ്റേ യൂസ് ചെയ്യുകയാണെങ്കിൽ ആറ്റങ്ങളിൽ എക്സ്റേസ് വീഴുമ്പോൾ ഡിഫ്രാക്ഷൻ ബീം കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ആറ്റംസിൽ നിക്കൽ ക്രിസ്റ്റലിലൊക്കെ എക്സ്റേസ് വീഴുമ്പോൾ ഉള്ള ഡിഫ്രാക്ഷൻ പാറ്റേണിൽ മാക്സിമം ആൻഡ് മിനിമം ഓൾട്ടർനേറ്റ് ആയിട്ട് കിട്ടുന്നു. അതിൽ മാക്സിമം കിട്ടുന്നതിനുള്ള കണ്ടീഷനാണ് d sin θ = n ലാംഡ. ഈ ഇക്വേഷനെയാണ് നമ്മൾ ബ്രാഗ് ഇക്വേഷൻ എന്ന് പറയുക. ഇവിടെ d എന്ന് പറയുന്നത് നിക്കൽ ക്രിസ്റ്റലിലെ ആറ്റങ്ങൾക്കിടയ്ക്കുള്ള ഇൻ്റർ ആറ്റോമിക് ഡിസ്റ്റൻസ് ആണ്, തൊട്ടടുത്തടുത്തുള്ള രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള അകലം. തീറ്റ എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം ആകുന്ന ആംഗിളാണ്, ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷനാണ്. ലാംഡ ഈസ് ദ വേവ് ലെങ്ത് ഓഫ് എക്സ്റേസ് ആൻഡ് n ഈസ് ദ ഓർഡർ ഓഫ് ഡിഫ്രാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിൽ നിന്ന് ഡിഫ്രാക്ഷൻ നടക്കുകയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ലെയറിന് കൺസിഡർ ചെയ്യാം. അപ്പോൾ എൻ്റെ വാല്യൂ 1 എന്ന് എടുത്താൽ ഇക്വേഷൻ d sin θ = ലാംഡ എന്നാകും, അല്ലെങ്കിൽ ലാംഡ = d sin θ എന്നാകും. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സ്റേയുടെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ബീമിൻ്റെ വേവ് ലെങ്ത് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റിൽ. ഇപ്പോൾ നിക്കൽ ക്രിസ്റ്റലിൽ ആറ്റങ്ങൾ തമ്മിലുള്ള ഇൻ്റർ ആറ്റോമിക് ഡിസ്റ്റൻസ് 2.15 ആങ്സ്ട്രോം ആണ്. എന്നിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് എടുക്കാം. ദെൻ ദ വേവ് ലെങ്ത് ഓഫ് ദ ഇലക്ട്രോൺ ബീം or wavelength of the matter wave associated with the electron can be obtained as lambda = d sin θ. ഡിയുടെ വാല്യൂ കൊടുക്കുക, സൈൻ തീറ്റ വാല്യൂ 50 കൊടുക്കുക. കാരണം നമ്മൾ കണ്ടു 50 ഡിഗ്രിയിലാണ് ഡിഫ്രാക്ഷൻ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി മാക്സിമം ആകുന്നത്. അപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ബീം ആസ് 1.65 ആങ്സ്ട്രോം. ഇനി ഡി ബ്രോളി സജസ്റ്റ് ചെയ്ത ഡി ബ്രോളി ഇക്വേഷൻ ലാംഡ =h/mv എന്നാണെങ്കിൽ പോലും നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു വെലോസിറ്റി ഹൈ ആവുമ്പോൾ അത് മെഷർ ചെയ്യുക അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് ഹൈ വെലോസിറ്റി അക്വയർ ചെയ്യാനായിട്ട് ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യുന്നത് ഏത് പൊട്ടൻഷ്യലാണോ ആ പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ നമുക്ക് ഡി ബ്രോളി വേവ് ലെങ്തിനുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. അപ്പോൾ ഇലക്ട്രോൺ ബീമിൻ്റെ വി പൊട്ടൻഷ്യലിൽ ആക്സിലറേറ്റ് ചെയ്യുമ്പോഴുള്ള ഡി ബ്രോളി വേവ് ലെങ്തിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? √150/V ആങ്സ്ട്രോം യൂണിറ്റ് അല്ലേ? അപ്പോൾ ആ ഇക്വേഷനകത്ത് ഇവിടെ നമുക്ക് ഡിഫ്രാക്ഷൻ ബീമിൻ്റെ ഇൻറ്റൻസിറ്റി ഏറ്റവും മാക്സിമം ആവുന്നത് 54 വോൾട്ടിലാണ് എന്ന എക്സ്പെരിമെൻറ്റിൽ കിട്ടി. ആ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വിൽ ഗെറ്റ് ലാംഡ =150/54 ആങ്സ്ട്രോം യൂണിറ്റ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 1.66 ആങ്സ്ട്രോം. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ ബീമിൻ്റെ വേവ് ലെങ്ത് ഡി ബ്രോളിയുടെ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ബ്രാഗ് ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന d sin θ = m ലാംഡ ഇക്വേഷൻ ഉപയോഗിച്ച് ഇലക്ട്രോൺ ബീമിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.65 ആങ്സ്ട്രോം എന്നും ഡി ബ്രോളിയുടെ വേവ് ലെങ്തിനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 1.66 ആങ്സ്ട്രോം എന്നുമാണ് കിട്ടുക. യു ക്യാൻ സീ ദാറ്റ് ദീസ് ആർ എക്സാക്ട്ലി ഓർ നിയർലി ഈക്വൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിച്ചതും അത് നമ്മൾ പല ഫീൽഡിലും എക്സ്പെരിമെൻറ്റുകളിലും ഒക്കെ യൂസ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ വേവ് ലെങ്ത് തന്നെയാണ് ഡി ബ്രോളി വേവ് ലെങ്തിനുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഡി ബ്രോളി വേവ് ലെങ്തിന് വേണ്ടി ഡി ബ്രോളി സജസ്റ്റ് ചെയ്ത
ഇക്വേഷൻ √150/V ആങ്സ്റ്റം യൂണിറ്റ് എന്നുള്ള ഇക്വേഷൻ കറക്റ്റാണ്. ഇനി ഈ ഇക്വേഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തത് λ=h/mv എന്നുള്ള ഇക്വേഷനിൽ നിന്നാണ്. അപ്പോൾ ആ ഇക്വേഷനും കറക്റ്റാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ കണ്ടു ഇലക്ട്രോൺ ബീമിന് എക്സ്റേക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നു. പല ആംഗിളുകളിൽ ഡിഫ്രാക്റ്റഡ് ആയിട്ട് വരുന്നു. ചില ആംഗിളുകളിൽ ഇൻറ്റൻസിറ്റി മാക്സിമം ആകുന്നു, ചിലയിടത്ത് ഇൻറ്റൻസിറ്റി മിനിമം ആകുന്നു. ഇങ്ങനെ ഡിഫ്രാക്ഷൻ മാക്സിമം ആൻഡ് മിനിമം കാണിക്കുക വേവ്സിന് മാത്രമേ സാധിക്കുന്ന ഒരു കാര്യമാണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ആ ഡിഫ്രാക്ഷൻ നടക്കുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ഇലക്ട്രോൺ ബീമിന് വേവ് നേച്ചർ ഉണ്ട് എന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് എക്സ്പെരിമെൻറ്റ് കൺഫേംഡ് the wave nature of electrons and also verified the equation for de Broglie wavelength which was suggested by de Broglie. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് de Broglie ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പോലുള്ള ഡിവൈസസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതുപയോഗിച്ച് ഇതിൻ്റെ ബേസിസിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്നുണ്ട്. മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വളരെ ചെറിയ ഒബ്ജക്റ്റുകളെ കാണുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മൈക്രോസ്കോപ്പിൽ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത് ഡിഫ്രാക്റ്റഡ് ഇമേജസ് ആണ് എന്ന് ഞാൻ റിസോൾവിങ് പവർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനോട് കമ്പയറബിളാണ് ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ ആ മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിങ് പവർ, അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. വേവ് ലെങ്ത്തിനോട് കമ്പയറബിളാണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ്റെ വാല്യൂ. റിസോൾവിങ് പവർ അതിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഈ വേവ് ലെങ്ത് കുറയുമ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ്റെ വാല്യൂ കുറയും, അല്ലെങ്കിൽ അതിനനുസരിച്ച് റിസോൾവിങ് പവർ കൂടും. അപ്പോൾ വിസിബിൾ ലൈറ്റൊക്കെ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിനേക്കാൾ വളരെയധികം റിസോൾവിങ് പവർ കൂടുതലാണ് എക്സ്റേസ് ഒക്കെ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പുകൾക്ക്. ഇനി അത് ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ മൈക്രോസ്കോപ്പുകളുടെ റിസോൾവിങ് പവറും അതുപോലെ മാഗ്നിഫൈയിങ് പവറും ഒക്കെ വളരെയധികം കൂട്ടാനായിട്ട് സാധിക്കും. വിസിബിൾ ലൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫൈയിങ് പവർ ഏകദേശം 2000 ആണെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫൈയിങ് പവർ എന്ന് പറയുന്നത് 1 ലാഖാണ്. അതുപോലെ സാധാരണ നമ്മുടെ വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് മൈക്രോമീറ്റർ റേഞ്ചിലാണ് വരിക. 10⁻⁻6 മീറ്ററാണ്. അപ്പോൾ ഈ വിസിബിൾ ലൈറ്റ് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഈ ഓർഡറിലാണ്, 10⁻⁻6 മീറ്റർ എന്നുള്ള ഓർഡറിലാണ്. പക്ഷേ ഇലക്ട്രോൺ ബീം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവയുടെ വേവ് ലെങ്ത് ആങ്സ്റ്റം യൂണിറ്റിൽ വരുന്നതുകൊണ്ട് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനും ആങ്സ്റ്റം യൂണിറ്റിൽ വരുന്നു. അതനുസരിച്ച് റിസോൾവിങ് പവർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് നമ്മൾ റിസർച്ച് ഫീൽഡുകളിലൊക്കെ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു അപ്പാരറ്റസിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി ഇങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വളരെ ചെറിയ ആറ്റോമിക് ലെവലിൽ അല്ലെങ്കിൽ മോളിക്കുലർ ലെവലിലൊക്കെയുള്ള പിക്ചറുകൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ അതുപോലൊരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുമായിട്ട് കണക്റ്റഡായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. An electron microscope uses electrons accelerated by an voltage of 50 kilovolt. Determine the de Broglie wavelength associated with the electrons. ഇതാണ് ആദ്യത്തെ പാർട്ട്.
50 കിലോ വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ 50 കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ് തന്നിരിക്കുക. ഇപ്പോൾ 50 കിലോ ഇലക്ട്രോൺ വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എനർജി കിട്ടാൻ Q ഇൻറ്റു ക്യാപിറ്റൽ വി ആണ് ചെയ്യുക. Q എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അത് 1.6 ഇൻറ്റു 10⁻⁻19 ജൂളാണ്, 19 ആണ്. അപ്പോൾ 50 ഇൻറ്റു 10⁻3 കിലോ എന്നുള്ളതിന് 10⁻3 എന്ന് കൊടുക്കണം. അതാണ് പൊട്ടൻഷ്യൽ വാല്യൂ. പൊട്ടൻഷ്യൽ വാല്യൂവിനെ ഇലക്ട്രോണിൻ്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി കിട്ടും. ആ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 8 ഇൻറ്റു 10⁻15 ജൂൾ. ഇനി ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിനുള്ള ഇക്വേഷൻ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഡിറൈവ് ചെയ്തിരുന്നു. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λ=h/mv ആണ്. പക്ഷേ mv എന്ന് പറയുന്ന മൊമെൻറ്റത്തിന് കൈനറ്റിക് എനർജി ആയിട്ടുള്ള റിലേഷൻ P √2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്നാണ്. കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ P²/2m. അതിൽ നിന്നാണ് ഈ ഒരു റിലേഷൻ മൊമെൻറ്റത്തിന് കിട്ടുക. സോ ദ ഇക്വേഷൻ ഫോർ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി is λ=h/√2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഇനി ഈ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എച്ചിൻ്റെ വാല്യൂ 6.63 ഇൻറ്റു 10⁻34 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു കൈനറ്റിക് എനർജി 8 ഇൻറ്റു 10⁻15. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 5.5 ഇൻറ്റു 10⁻12 മീറ്റർ. ഇപ്പോൾ 50 കിലോ വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്ത് വരുന്ന ബീമിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് എക്സ്റേയുടെ വേവ് ലെങ്ത്തിനേക്കാളും ചെറുതാണ്. 5.5 ഇൻറ്റു 10⁻12 മീറ്റർ ആണ്. ആങ്സ്റ്റം യൂണിറ്റിലും താഴെയാണ് അല്ലേ. അപ്പം അത്രയും വളരെ ചെറിയ വേവ് ലെങ്ത് ഉള്ള ഇലക്ട്രോണാണ് നമ്മൾ ഈ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ വേവ് ലെങ്ത് കുറയും തോറും നമ്മൾ കണ്ടു റിസോൾവിങ് പവർ കൂടുകയാണ്, ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറയുന്നു. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കുറയുന്നോറും റിസോൾവിങ് പവർ കൂടുകയാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഒരു പാർട്ട്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ന്യൂമറിക്കൽ അപ്പർച്ചർ are taken to be roughly the same, how does the resolving power of an electron microscope compare with that of optical microscope which uses the yellow light? അതായത് മൈക്രോസ്കോപ്പിൻ്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ വാല്യൂസൊക്കെ സെയിം ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യെല്ലോ ലൈറ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള റിസോൾവിങ് പവറിനേക്കാൾ എത്ര കൂടുതലാണ് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോഴുള്ള റിസോൾവിങ് പവർ എന്നാണ്. യെല്ലോ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 590 നാനോമീറ്റർ അല്ലെങ്കിൽ 5.9 ഇൻറ്റു 10⁻⁻7 മീറ്ററാണ്. നമ്മളിപ്പോൾ കണ്ടു ഇവിടെ യൂസ് ചെയ്ത ഇലക്ട്രോൺ ബീമിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഇൻറ്റു 10⁻12 മീറ്ററാണ്. അപ്പോൾ ഈ വാല്യൂസ് ഇലക്ട്രോൺ ബീമിൻ്റെ വേവ് ലെങ്ത് 5.5 ഇൻറ്റു 10⁻12 മീറ്ററാണ്. അപ്പോൾ യെല്ലോ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാൾ ഏകദേശം 10⁵ ടൈംസ് കുറവാണ് ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ യെല്ലോ ലൈറ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള ലിമിറ്റ് ഓഫ് റെസൊല്യൂഷനേക്കാൾ 10⁵ ടൈംസ് കുറവായിരിക്കും. അല്ലെങ്കിൽ 10⁵ എന്ന് പറയുമ്പോൾ 1 lakh ആണ്. അപ്പോൾ 1/1 lakh ആയിരിക്കും ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. ഇനി നമുക്കറിയാം റിസോൾവിങ് പവർ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ്റെ റെസിപ്രോക്കലാണ്. അല്ലെങ്കിൽ റിസോൾവിങ് പവർ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത്ത് 10⁵
5 ടൈംസ് കുറവാണെങ്കിൽ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് 10⁵ ടൈംസ് കൂടുതലായിരിക്കും. യെല്ലോ ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ 10⁵ ടൈംസ് അല്ലെങ്കിൽ 1,00,000 ടൈംസ് ഗ്രേറ്റർ ആണ് ഇലക്ട്രോൺ ബീം യൂസ് ചെയ്യുമ്പോഴുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിംഗ് പവർ. അപ്പോൾ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇത് സ്റ്റാർഡ് പോർഷനായിട്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. എങ്കിലും ഇതുപോലുള്ള പ്രോബ്ലം ഒക്കെ വേണമെങ്കിൽ വരാം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ എന്നുള്ള കൺസെപ്റ്റാണ് എന്നുള്ളതും ഒക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ ഇതുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അതുപോലെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തുള്ള കൺസെപ്റ്റുമാണ് പഠിച്ചത്. നിങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, ഡെറിവേഷൻസോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ഒക്കെ വരാവുന്നതാണ്. വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും മറ്റ് ചാപ്റ്ററിലെ പോലെ തന്നെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് ഇത് നല്ലതുപോലെ പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അതുകൊണ്ട് വളരെ നന്നായി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു. Davisson and Germer experiment. In 1924, Louis de Broglie postulated that all forms of matter have both wave and particle characteristics. According to this hypothesis, electron, just like light, have a dual particle wave nature. Two American physicists, C.J. Davisson and L.H. Germer, were the first to experimentally prove the wave nature of material particles in 1927. Displayed here is a block diagram of the experimental setup used by Davisson and Germer. It consisted of a nickel chloride crystal, the target, an electron gun, G, and a detector. The electron gun produced a beam of electrons. The electron gun used by them consisted of a tungsten filament, F, and high and low tension batteries. The low tension battery was used to heat the filament. The red hot filament produced an electron beam. A high tension battery was provided to accelerate the electron beam. The detector or the electron collector moved on a graduated circular scale. A sensitive galvanometer was also connected to the detector. How did they perform the experiment? The electron beam was made to pass through a pinhole and made to strike the crystal normally. The electrons scattered in all directions, acting like waves. They observed that at certain angles, the detector indicated a peak in the intensity of the scattered electron beam. This maximum intensity was due to constructive interference, a phenomenon confined only to waves. Thus they experimentally proved the wave nature of electrons. Davisson and Germer plotted a graph taking the angle between the incident and scattered direction of the electron beam, phi, along the y-axis and the intensity of the scattered beam at different values of accelerated potentials along the x-axis. The nature of the graph is shown here. From the experimental curves obtained, the following conclusions were drawn. Intensity of scattering depends upon the angle of scattering, phi. A bump or kink always occurs in the curve when phi is equal to 50 degrees. This bump or kink increases as the accelerating potential difference is increased. At 54 volts, this bump is maximum and then it decreases on further increase of potential difference.
This peak indicated the wave behavior of the electrons. Thus, Davisson Germer experiment verifies de Broglie's hypothesis of wave nature of matter particles.